ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ജേജസ് വ്ളോഗ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഈ വീഡിയോയിൽ വിങ്ക പ്ലാന്റ് അല്ലെങ്കിൽ ചില നാട്ടിലൊക്കെ ഇതിനെ നിത്യ കല്യാണി എന്നും പറയാറുണ്ട്. ഈ പ്ലാന്റിനെ കുറിച്ചിട്ടാണ്. ഇത് നല്ല ഫ്ലവർ ആയിട്ട് വരാൻ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ ഇത് ഞാൻ അങ്ങനെ ബുഷാക്കി ഉണ്ടാക്കിയ ഒരു പ്ലാന്റാണ്. കട്ട റോസാണ്. ഇതിന് നല്ല ഭംഗിയാട്ടോ ഇത് കാണാൻ. ഇത് കണ്ടില്ലേ, ഇത് ഞാനൊരു ചട്ടിയിലാണ് വെച്ചിട്ടുള്ളത്. ഒരുപാട് പൂക്കൾ, ഇതിന് മുമ്പൊക്കെ ഒരുപാട് പൂക്കളുണ്ടായിരുന്നു. പക്ഷേ ഈ പ്ലാന്റ് കണ്ടില്ലേ, ഇത് ഞാൻ ബുഷൊന്നല്ലാതെ അത് വളർന്ന പോലെ നമ്മൾ കട്ടൊന്നും ചെയ്യാതെ വളർത്തി കൊണ്ടുവന്നതാണ്. ഇത് കണ്ടില്ലേ, നീണ്ടു പോയിട്ട് നല്ല ലോങ് ആയി പോയി. അറ്റത്ത് 2-3 പൂക്കൾ മാത്രമേ ഇതിൻ്റെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് ഫ്ലവേഴ്സൊന്നും കുറേ ഒന്നും കിട്ടില്ല. ഇപ്പോൾ കണ്ടില്ലേ, ഈ പ്ലാന്റും ഈ 2 പ്ലാന്റ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഫ്ലവേഴ്സിൻ്റെ കൂടുതൽ. അതുപോലെ തന്നെ ഈ ഞാൻ ബ്ലാക്ക് ചട്ടിയിൽ വെച്ച ചെടിയുടെ ഫ്ലവേഴ്സിന് ഒന്നും കൂടി വലുപ്പം കൂടുതലാണ്. പക്ഷേ കമ്പയറിങ് മറ്റേ പ്ലാന്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതുപോലെ നീണ്ടിങ്ങനെ പോയി ഫ്ലവേഴ്സ് നല്ല കുറവായിരിക്കും നമ്മൾ കട്ട് ചെയ്തിട്ടില്ലെങ്കിൽ. അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നല്ല ഫ്ലവറായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ച കവറിലാണ് ഒരു ചെറിയ സ്റ്റെമ്മ് കൊണ്ടാണ് ഇത്രയും ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മൾ കണ്ടോ, ഇതാ ഈ സൈസായി വന്നിട്ടുണ്ട്. നമ്മളിതിൻ്റെ മുകളത്ത് ആ അറ്റത്തുള്ള ഭാഗം നമ്മളൊന്ന് കൈവിരൽ കൊണ്ട് അല്ലെങ്കിൽ കത്രിക വെച്ച് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നിറയെ ബ്രാഞ്ചസ്, കൊമ്പുകൾ വരാൻ, ശിഖരങ്ങൾ വരാനൊക്കെ സഹായിക്കും. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഞാൻ ഒന്ന് നുള്ളി കൊടുക്കണം. അപ്പോൾ ഇത് ഇളം റോസും വൈറ്റ് ഫ്ലവറിൻ്റെ സ്റ്റെം കട്ടിങ്സാണ്. ഇതിന് യൂസ് ചെയ്ത മണ്ണെന്ന് പറയുന്നത് മണൽ മാത്രമാട്ടോ ഞാൻ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. മണ്ണൊന്നും യൂസ് ചെയ്തിട്ടില്ല. മണൽ നമ്മുടെ പാടത്തു നിന്നൊക്കെ കിട്ടുന്ന മണലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിന് നല്ലവണ്ണം വെയിൽ വേണ്ട ഒരു പ്ലാന്റാണ് വിങ്ക പ്ലാന്റ് എന്ന് പറയുന്നത്. എന്നാലും നിറയെ ഫ്ലവറുകൾ ഉണ്ടാവുള്ളൂ. അപ്പോൾ എൻ്റെ അടുത്തുള്ളത് വൈറ്റ്, ഇളം റോസ്, അതുപോലെ തന്നെ കട്ട റോസ്. ഈ ചെടി കാണാൻ നല്ല രസമാട്ടോ. ഇതൊക്കെയാണുള്ളത്. അപ്പോൾ ഇതിൽ ചില പ്ലാന്റ് ഞാൻ പോളിനേഷൻ നടത്തിയിട്ടുണ്ട്. നമ്മൾ സ്വന്തം തന്നെ ഫ്ലവേഴ്സ് തമ്മിൽ പോളിനേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സീഡ്സിന് പാകമായിട്ടാണ് ശേഖരിച്ച് വെക്കാൻ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സീഡ് എന്ന് പറയുന്നത്. ഇതൊരു ബ്ലാക്കായി മാറുമ്പോഴാണ് നമുക്ക് ഇതിന്ന് പറിച്ചെടുത്ത് വേറെ ചട്ടിയിലോ ചെടിച്ചട്ടിയിൽ പാകാവുന്നതാണ്. നമ്മൾ ഇത്ര പോകുന്നൊരു ഈ ഒരു സ്റ്റെം കട്ടിങ്സ് എന്നാണ് ഞാൻ നേരത്തെ കാണിച്ചു തന്ന ആ പ്ലാസ്റ്റിക് കവറിൽ വെച്ചിട്ടുള്ളത് നട്ടിട്ടുള്ളത്. അപ്പോൾ അത്ര ചെറിയ സ്റ്റെം കട്ടിങ്സിൽ നിന്ന് തന്നെ നമുക്ക് കുറേ പ്ലാന്റുകൾ ഉണ്ടാക്കാൻ പറ്റും. വെള്ളം വരണ്ട് നിൽക്കുകയാണെങ്കിൽ ഒഴിച്ച് കൊടുത്താൽ മതിയാവും. ഒരു ചെറിയ ഈർപ്പം അതിൽ നിൽക്കണം. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ ലൈക്കും ഷെയറും ചെയ്യാൻ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കാവുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നത് വരെ ബൈ.